ഹായ് ഹായ് സ്റ്റുഡൻസ്. സോ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററാണ് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് റിവിഷൻ വീഡിയോ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. സോ എല്ലാവരും അത് കണ്ട് ആ, എത്രയും വേഗം പഠിച്ചു തീർക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നൊരു ചെറിയ പോർഷൻ മാത്രമാണ് ഇടുന്നത്. മാഗ്നറ്റിൻ്റെ ബുദ്ധിമുട്ടുള്ള ഒരു പോർഷൻ ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. ജിയോ മാഗ്നറ്റ് എന്ന് പറയുന്ന പാട്ട്, ആ ഒരു പാട്ട് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ടീച്ചറിന് പറയുന്നുള്ളൂ കേട്ടോ. ഓക്കെ. സോ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതൊക്കെയാണ് ഇത് മാഗ്നറ്റിക് ഫോഴ്സ്, മാഗ്നറ്റിക് പോൾസ് എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, വാട്ട് യു മീൻ ബൈ മാഗ്നറ്റിക് ഫീൽഡ്. യെസ്, മാഗ്നറ്റിക് ഫീൽഡ് മീൻസ് ഒരു മാഗ്നറ്റിന്റെ ചുറ്റും മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു റീജിയനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുക. അത് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റില്ല, ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റാത്ത ഒരു ഏരിയ, ഒരു റീജിയൻ, ആ മാഗ്നറ്റിന് ചുറ്റുമുള്ള ഒരു റീജിയൻ. ആ റീജിയനിൽ എത്തിയാൽ മാത്രമേ മാഗ്നറ്റിക് സബ്സ്റ്റൻസുകളെ അട്രാക്ട് ചെയ്യുള്ളൂ, മാഗ്നറ്റ് അട്രാക്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ഓക്കെ. ഷേപ്സ് ഓഫ് മാഗ്നറ്റ്, ദെൻ മാഗ്നറ്റിക് പോൾസിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. പിന്നെ ഫ്രീലി സസ്പെൻഡഡ് ആയിട്ടുള്ള മാഗ്നറ്റ് ഏത് ഡയറക്ഷനിലാണ് എപ്പോഴും അലൈൻ ചെയ്യുക? നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും എപ്പോഴും അലൈൻ ചെയ്യുക. ഇനി ഒരു മാഗ്നറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ട് പുതിയ മാഗ്നറ്റുകളായിട്ട് ആക്ട് ചെയ്യും. എത്ര തവണ കട്ട് ചെയ്താലും പുതിയ മാഗ്നറ്റുകളായിട്ട് ആക്ട് ചെയ്യാണ് ചെയ്യും. ഓക്കെ. സോ നെക്സ്റ്റ് വൺ ആണ് എങ്ങനെ നമുക്ക് പുതിയ ഒരു മാഗ്നറ്റിക് കോമ്പസ് നിർമ്മിക്കാം. ഇത് നിങ്ങൾ എക്സ്പെരിമെൻ്റ് ആയിട്ട് പഠിച്ചതാണ്, ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണ്. ഇത് നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കാം എങ്ങനെയാണെന്നുള്ളത്. ടീച്ചർ ഇനിയും അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, ടീച്ചർ പറയുന്നില്ല കേട്ടോ, ബുദ്ധിമുട്ടുള്ളത് ആണ് ഇവിടെ പറയുന്നത്. നോക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു മാഗ്നറ്റിനെ ഫ്രീലി സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് ഡയറക്ഷനിൽ അലൈൻ ചെയ്യും? നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ അലൈൻ ചെയ്യും. സോ വൈ ഇറ്റ് ഈസ് അലൈനിങ് ഇൻ ദാറ്റ് ഡയറക്ഷൻ? അപ്പം ഈ ഒരു നോർത്ത് സൗത്ത് ഡയറക്ഷൻ അലൈൻ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് മാഗ്നറ്റ് ഒരു ഡയറക്ഷണൽ പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേ അത് എന്ത് ചെയ്യുള്ളൂ, അലൈൻ ചെയ്യുള്ളൂ. അപ്പൊ അതിന്റെ റീസൺ ആണ്, വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദിസ്? ഇത് എന്തുകൊണ്ടാണ് ആ ഒരു ഡയറക്ഷനിൽ അലൈൻ ചെയ്യുന്നത്? അതിൻ്റെ ആൻസർ ആണ് ജിയോ മാഗ്നറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു കണ്ടന്റ്. അപ്പോൾ ജിയോ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എർത്ത് എന്ന് പറയുന്നത് തന്നെ ഒരു മാഗ്നറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഓക്കെ. നമുക്കറിയാം നമ്മുടെ എർത്തിന് എന്തുണ്ട്, ഒരു നോർത്ത് ഉണ്ട്, സൗത്ത് ഉണ്ട്. ഓക്കെ, നോർത്ത് സൗത്ത് പോളുകളുണ്ട്. അതിനും പോൾസ് എന്ന് തന്നെയാണ് നമ്മൾ പറയാം. നോർത്ത് പോളും ഉണ്ട്, സൗത്ത് പോളും ഉണ്ട്, വെസ്റ്റ് ഉണ്ട്, ഈസ്റ്റ് ഉണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ എർത്ത് എന്ന് പറയുന്നതും ഒരു മാഗ്നറ്റ് ആയിട്ട് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. നമ്മുടെ എർത്തിന്റെ പോൾസ്, ഓക്കെ, നോർത്ത് പോൾ ഓഫ് ദി എർത്ത്, ആ ഭാഗത്ത് നമ്മുടെ എർത്തിന്റെ മാഗ്നറ്റിന്റെ ഏത് പോളായിരിക്കും ഉണ്ടായിരിക്കുക? നോർമൽ എർത്തിന്റെ നോർത്ത് പോളില് ആ എർത്തിന്റെ ഉള്ളിലുള്ള ഒരു മാഗ്നറ്റ്, വില്യം ഗിൽബർട്ട് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇത് കണ്ടെത്തിയത്. അദ്ദേഹം പറഞ്ഞത് ഈ എർത്തിന് ഇൻസൈഡ് കോറിൽ എന്തുണ്ട്, ഒരു മാഗ്നറ്റ് ഉണ്ട്. ആ മാഗ്നറ്റിന്റെ സൗത്ത് പോൾ എന്ന് പറയുന്നത് എർത്തിന്റെ നോർത്ത് പോളിലാണ് ഇരിക്കുക. എർത്തിന്റെ നോർത്ത് പോളിലായിരിക്കും ഉണ്ടായിരിക്കുക. അതേപോലെ തന്നെ ഈ മാഗ്നറ്റ്, എർത്തിന്റെ ഉള്ളിലുള്ള മാഗ്നറ്റിന്റെ നോർത്ത് പോള് നമ്മുടെ എർത്തിന്റെ സൗത്ത് പോളിലാണ് ഉണ്ടായിരിക്കുക. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോ ഒരു മാഗ്നറ്റ്, അതായത് ഒരു മാഗ്നറ്റ് ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് ഡയറക്ഷനിലാണ് അലൈൻ ചെയ്യാന്ന് പറഞ്ഞ് നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ് അലൈൻ ചെയ്യുക. കാരണം എന്താ, ഇതിപ്പോ സൗത്ത് നോർത്ത് ഡയറക്ഷനിലാണ്. അത് നേരെ അട്രാക്ഷൻ എപ്പോഴും എങ്ങനെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളൂ. അപ്പം അതുകൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത്, നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ അലൈൻ ചെയ്യുന്നത്. അപ്പൊ എർത്തിന്റെ മാഗ്നറ്റിന്റെ ആ ഒരു പോൾ ബേസ് ചെയ്തിട്ടാണ് ഫ്രീലി സസ്പെൻഡ് ചെയ്യുന്ന മാഗ്നറ്റിന്റെയും എന്തുള്ളത്, മാഗ്നറ്റിന്റെയും ഡയറക്ഷൻ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ വരുന്നത്. അപ്പൊ എപ്പോഴും ഓർക്കുക, എർത്ത് എന്ന് പറയുന്നതിന് ഒരു നോർത്ത് സൗത്ത് പോളുകളുണ്ട്. ഈ എർത്തിന്റെ ഉള്ളിലുള്ള മാഗ്നറ്റിന്റെ സൗത്ത് എപ്പോഴും എവിടെയായിരിക്കും? ഈ എർത്തിന്റെ നോർത്ത് പോളിലും അതിന്റെ നോർത്ത് പോൾ എവിടെയായിരിക്കും? എർത്തിന്റെ സൗത്ത് പോളിനും അടുത്തായിരിക്കും. ഇപ്പൊ ക്ലിയർ ആയോ?
ഡൗട്ടുണ്ടോ? അപ്പം നിങ്ങളത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എഴുതാൻ വേണ്ടി പഠിക്കണം. അതാണ് ഇമ്പോർട്ടൻ്റ്. നമുക്ക് ആ കാര്യം അറിഞ്ഞിട്ട് കാര്യമില്ല, നമ്മളത് പേപ്പറിൽ എക്സ്പ്രസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇന്നലെ ഞാൻ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ആൻസർ അറിയാം, പക്ഷെ ആ ടേംസ് നിങ്ങൾക്ക് ബോൺസ് ആണല്ലോ നമ്മളിപ്പോൾ ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ബോൺസിൻ്റെ പേര് അതെവിടെയാണ്, നമ്മുടെ ബോഡിയിൽ ഏത് പാർട്ടിലാണ്, ഇങ്ങനെ തൊട്ട് കാണിക്കാൻ പറ്റുമോ നമുക്ക് എക്സാമിന്? ഇല്ല. നമുക്ക് ആ വേർഡ് കറക്റ്റ് അറിയണം. നമ്മുടെ പിവറ്റ് ജോയിന്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇവിടെയാണെന്ന് തൊട്ട് കാണിച്ചിട്ട് കാര്യമില്ല, നമ്മളത് എഴുതണം. നെക്ക് റീജിയനിലാണ് അതുള്ളത്. അതിലെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ അത് എക്സ്പ്രസ് ചെയ്യാം. നമുക്ക് ഫോർവേഡ്, ബാക്ക്വേർഡ്, സൈഡ് വൈസ് ഒക്കെ മൂവ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ബോഡി മൂവ് ചെയ്യാതെ തന്നെ ബാക്കിലേക്ക് തിരിഞ്ഞ് നോക്കാം എന്നുള്ളതൊക്കെ വി ഹാവ് ടു എക്സ്പ്രസ് ഇൻ ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെൻറ്റ്. പേപ്പറിൽ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ എഴുതണം, എന്നാൽ മാത്രമേ മാർക്ക് ഉണ്ടാവുള്ളൂ. അപ്പം അത് നിങ്ങൾ ട്രൈ ചെയ്യുക, എഴുതി പഠിക്കുക. നമുക്ക് വായിച്ച് പഠിച്ചതിന് ശേഷം ഒന്ന് എഴുതി നോക്കുക. ഇപ്പം ജിയോ മാഗ്നറ്റ് എന്താണെന്ന് ഒന്ന് പറഞ്ഞു നോക്കാം. ഒന്ന് വായിച്ച് പഠിക്കുക, അതിനുശേഷം ഒന്ന് പറഞ്ഞു നോക്കുക, ഒന്ന് എഴുതിയും കൂടെ നോക്കുക. നമ്മൾ 10 തവണ വായിക്കുന്നതിന് ഈക്വലാണ് ഒരു തവണ നമ്മളത് എഴുതി നോക്കുന്നത്. മാത്സ് ഒക്കെ അങ്ങനെയാണല്ലേ, നമ്മൾ വായിച്ച് പഠിച്ചാൽ മാത്സ് ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് ഒരു തവണ മനസ്സിലാക്കി ചെയ്ത് നോക്ക്. രണ്ടാമത്തെ തവണ അതിൻ്റെ പകുതിയെങ്കിലും നമുക്ക് കാണാതെ എഴുതാൻ പറ്റും. മീൻസ് എവിടെയും നോക്കാതെ ചെയ്തു നോക്കാൻ പറ്റും. കംപ്ലീറ്റ് കിട്ടിയില്ലെങ്കിലും പകുതിയെങ്കിലും ചെയ്തു നോക്കാൻ പറ്റും. അപ്പം അതാണ് പറയുന്നത്, വായിച്ച് നോക്കുന്നതിലും നമ്മുടെ മനസ്സിൽ നിൽക്കുക, അത് ഒന്ന് എഴുതി നോക്കുമ്പോഴാണ്. അപ്പം സയൻസും ആ രീതിയിൽ ചെയ്യാം. ഒന്ന് പഠിക്കുക, കുറച്ച് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചതിന് ശേഷം ഒന്ന് കാണാതെ എഴുതി നോക്കണം. സ്വയം ഒന്ന് ഞാൻ പഠിച്ചു എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ഒന്ന് എഴുതി നോക്കുന്നതിൽ എന്താ, അപ്പോൾ ഒന്ന് എഴുതി നോക്കുക കേട്ടോ. ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ചെയ്യാം. ഓക്കെ. ഇനി നമ്മളിപ്പോൾ പറഞ്ഞു മാഗ്നറ്റിന് 2 പോൾസ് ആണുള്ളത്, നോർത്ത് പോളും സൗത്ത് പോളും ആണുള്ളത്. ഈ സൗത്ത് പോൾ അട്രാക്റ്റ് ചെയ്യോ? ഇല്ല. അവരൊരിക്കലും എസ്സും സൗത്തും ക്ലോസ് ആയി വന്നിട്ടുണ്ടെങ്കിൽ അവരെന്താ ചെയ്യുക? നിങ്ങൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടാവും, അവർ റിപ്പൽ ചെയ്യും. അതേസമയം നോർത്തും വന്നാലോ അവരും റിപ്പൽ ചെയ്യും. അതേസമയം നോർത്തും വന്നാലോ അട്രാക്റ്റ് ചെയ്യും. പിന്നെ നോർത്തും സൗത്തും വന്നാലും അട്രാക്റ്റ് ചെയ്യും. അപ്പൊ ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുക? ആ സെയിം ആയിട്ടുള്ള, അതായത് ലൈക്ക് പോൾസ് എപ്പോഴും എന്താ ചെയ്യുക? ലൈക്ക് പോൾസ് റിപ്പൽ ചെയ്യുകയാണ് ചെയ്യുക. അൺലൈക്ക് പോൾസ് അട്രാക്റ്റ് ചെയ്യും. അൺലൈക്ക് പോൾസ് അട്രാക്റ്റ് ചെയ്യും. ഓക്കെ, സിമ്പിൾ അല്ലേ? കാര്യങ്ങളൊക്കെ സിമ്പിളാണ്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സെയിം പോൾസിനെ വിളിക്കുന്നതാണ് ലൈക്ക് പോൾസ്, ഡിഫറെൻറ്റ് പോൾസിനെ വിളിക്കുന്നതാണ് അൺലൈക്ക് പോൾസ്. അപ്പോൾ എപ്പോഴും ഇവർ തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാവില്ല, സെയിം പോൾസ് ആണ്. അതേസമയം ഇവർ തമ്മിൽ എന്തുണ്ടാവും? അട്രാക്ഷൻ ഉണ്ടാവും. ക്ലിയർ ആയോ? ഓക്കെ. ഓക്കെ, ഇനിയുള്ള ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇനി കുറച്ചുകൂടെ പാർട്ട് ഉണ്ട്. നമുക്ക് ഇതിലെ ആപ്ലിക്കേഷൻസ് ആണ് വരുന്നത്. നിങ്ങൾ ആ മോഡൽ ക്വസ്റ്റ്യൻ നോക്കിയാൽ അറിയാം, അതിലൊരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതൊന്ന് ആൻസർ ചെയ്യാൻ നോക്കണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ടീച്ചർ ഇന്നലെ വീഡിയോ ചെയ്യാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കോഴ്സ് ഓൺലൈനിലാണ് ഇന്നലെ ഇന്നും ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇന്നലെ ചെയ്യാനത് കേട്ടോ. അപ്പോൾ വൈകുന്നേരം വന്നിട്ട് കാണാം. ഓക്കെ, ശരി, താങ്ക് യു.